അധ്യാപക നിയമനത്തിലെ സംവരണ അട്ടിമറി ഹൈക്കോടതി സ്ഥിരീകരിച്ചതിനു പിന്നാലെയുള്ള ആദ്യ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു. സംവരണക്രമം പുനഃക്രമീകരിക്കണമെന്ന കോടതി വിധി പരിഗണിക്കും. സംവരണ അട്ടിമറിയിൽ പുറത്താക്കപ്പെട്ട അധ്യാപകരുടെ നിയമനത്തിലും തീരുമാനമുണ്ടാകും. 2021 80 അധ്യാപകരുടെ നിയമനത്തിലാണ് വ്യാപക അട്ടിമറി നടന്നത്. വിവരങ്ങളുമായി സലാം മുഹമ്മദ് ചേരുന്നു. സലാം, യോഗം എങ്ങനെ നടക്കുന്നു? എന്തൊക്കെയായിരിക്കും തീരുമാനങ്ങൾ? സർവകലാശാല 80 അധ്യാപകരുടെ കാര്യത്തിൽ നിയമനത്തിൽ നടത്തിയ സംവരണ അട്ടിമറി സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരമൊരു സ്ഥിരീകരണം ഹൈക്കോടതി നടത്തിയതിനു ശേഷം നടക്കുന്ന ആദ്യ സിൻഡിക്കേറ്റ് യോഗമാണെന്ന് ചേരുന്നത്. ഇതിൽ കൃത്യമായി ഈ സംവരണ അട്ടിമറി എങ്ങനെ ഉണ്ടായി, കൂടാതെ ഈ അട്ടിമറിയെ തുടർന്ന് പുറത്താക്കപ്പെട്ട അധ്യാപകർക്ക് നിയമനം നൽകുക, ഈ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ പുറത്താക്കപ്പെട്ട അധ്യാപകരെ നിയമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ താര, ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ, ഡോക്ടർ സുരേഷ് പുത്തൻവീട്ടിൽ എന്ന് പറയുന്ന മലയാളം അതുപോലെ സംസ്കൃതം വിഭാഗങ്ങളിലെ അധ്യാപകർക്കാണ് നിയമനം ഈ സംവരണം അട്ടിമറിക്കപ്പെട്ടതിനെ തുടർന്ന് നിയമനം റദ്ദാക്കപ്പെട്ടത് അല്ലെങ്കിൽ നിയമനം തടയപ്പെട്ടത്. ഏതായാലും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ഈ സംവരണ അട്ടിമറിക്ക് കൂട്ടുനിന്ന ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ റഷീദ് അഹമ്മദ് ഒരു പരാതി സിൻഡിക്കേറ്റിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. വൈസ് ചാൻസലർക്ക് നൽകിയിട്ടുണ്ട്. ഈ പരാതിയും ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2021 80 അധ്യാപകരുടെ നിയമനത്തിലാണ് സംവരണ അട്ടിമറി, സംവരണ റൊട്ടേഷൻ, അതായത് സംവരണക്രമം പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് ഒരു നിയമനം നടത്തിയത്. ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നിയമനം നൽകുന്നതിന് വേണ്ടിയാണെന്നുള്ള ആക്ഷേപം ശക്തമായിരുന്നു. ഇതേ തുടർന്ന് അധ്യാപകർ കോടതിയെ സമീപിച്ചപ്പോഴാണ് ഈ രീതിയിലുള്ള അട്ടിമറി ഹൈക്കോടതിയും സ്ഥിരീകരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ സംവരണം പോലുള്ള വിഷയങ്ങളിൽ അനുകൂല നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന സർക്കാരും അത്തരമൊരു ഭരണ സംവിധാനവും നിലവിലുള്ള ഒരു യൂണിവേഴ്സിറ്റി സർവകലാശാല സിൻഡിക്കേറ്റ് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനുള്ളിൽ തന്നെ സിൻഡിക്കേറ്റ് യോഗം അവസാനിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ധന്യ. ശരി, സലാം.